കോതമംഗലം അയ്യങ്കാവിൽ വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ദേശീയപാതയിലെ വെള്ളക്കെട്ട് ദുരിതം സമ്മാനിക്കുന്നു. സ്കൂളിലും ക്ഷേത്രത്തിനും മുന്നിലെ വെള്ളക്കെട്ട് വിദ്യാർത്ഥികളെയും ഭക്തരെയും ബാധിക്കുന്നുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന കുട്ടികൾ പോലും മലിനജലത്തിൽ കുളിക്കുമെന്നതാണ് അവസ്ഥ. ഓട നിർമ്മാണത്തിലെ അപാകത മൂലമുള്ള വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കരാറുകാരോ ദേശീയപാത അതോറിറ്റിയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ശ്രീധർമ്മശാസ്ത ക്ഷേത്രവും വ്യാപാര സ്ഥാപനങ്ങളും സമീപത്തുണ്ട്. മീറ്ററുകളോളം ദൂരത്തിലാണ് വെള്ളക്കെട്ട്. മഴ പെയ്താൽ റോഡ് മുഴുവൻ മൂടും. മഴ മാറി കുറച്ചു കഴിഞ്ഞാൽ റോഡിന്റെ പകുതി വരെ വെള്ളം കെട്ടിക്കിടക്കും. സ്കൂളിലേക്കും ക്ഷേത്രത്തിലേക്കും വ്യാപാര സ്ഥാപനത്തിലേക്കും കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ചവിട്ടാതെ കയറാനോ തിരിച്ചിറങ്ങാനോ കഴിയില്ല. വാഹനങ്ങൾ പോകുന്നതും വെള്ളക്കെട്ടിലൂടെ തന്നെയാണ്. വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ദൂരേക്ക് വെള്ളം തെറിക്കും. കാൽനടക്കാർക്കുമേലും വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിലും വരെ വെള്ളം തെറിക്കും. സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന കുട്ടികളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മലിനവെള്ളത്തിൽ കുളിക്കേണ്ടി വരും. സമീപകാലത്ത് നവീകരിച്ച റോഡും ഇതോടൊപ്പം നിർമ്മിച്ച ഓടയുമാണ് ഇവിടെയുള്ളത്. മഴവെള്ളം ഓടയ്ക്കുള്ളിലൂടെ ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നം. നിർമ്മാണത്തിലെ അപാകതയാണ് ഈ അവസ്ഥയിലെത്തിച്ചത്. ഈ ഗുരുതര പ്രശ്നം പരിഹരിക്കുന്നതിന് കരാറുകാരനോ ദേശീയപാത അതോറിറ്റിയോ കാര്യക്ഷമമായി ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയിരുന്നു. പിന്നീടും നടപടികളൊന്നും ഉണ്ടായില്ല. GTV ന്യൂസ്, കോതമംഗലം.